വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫാന്റെ മാതാവ് ഷെമി ആശുപത്രി വിട്ടു. അഫാന്റെ ആക്രമണത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ഷെമി 17 ദിവസങ്ങൾക്ക് ശേഷമാണ് ബുധനാഴ്ച രാത്രിയോടെ ആശുപത്രി വിട്ടത്. വെഞ്ഞാറമൂട് കുറ്റുമൂടുള്ള സ്നേഹസ്പർശം കെയർ ഹോമിലേക്കാണ് ഷെമി മാറ്റിയത്. ബന്ധുവീടുകളിലേക്കൊന്നും പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കുടുംബമുള്ളത്. അതുകൊണ്ടാണ് ചിലരുടെ സഹായത്തോടെ കെയർ ഹോമിലേക്ക് ഷെമിയെ മാറ്റിയത്. പാങ്ങോടുള്ള ബന്ധുവീട്ടിൽ കൊണ്ടുവരാൻ കഴിയില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞിരുന്നു. ഫെബ്രുവരി 24-നായിരുന്നു നാടിനെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നത്. പിതൃമാതാവ് സൽമ ബീവി, പിതൃ സഹോദരൻ ലത്തീഫ്, ഭാര്യ സജിത ബീവി, സഹോദരൻ അഫ്സാൻ, പെൺസുഹൃത്ത് ഫർസാന എന്നിവരെയായിരുന്നു അഫാൻ കൊലപ്പെടുത്തിയത്. ആദ്യം ആക്രമിച്ച ഷെമി മരിച്ചെന്നായിരുന്നു അഫാൻ കരുതിയിരുന്നത്. 5 കൊലപാതകങ്ങൾക്ക് ശേഷം അഫാൻ എലിവിഷൻ കഴിക്കുകയും പോലീസിൽ കീഴടങ്ങുകയുമായിരുന്നു. കിളിമാനൂർ പോലീസ് കസ്റ്റഡിയിലായിരുന്ന അഫാനെ 2ാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയാക്കി ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതേസമയം ജീവിതത്തിൽ താൻ കടുത്ത പ്രതിസന്ധി നേരിടുകയാണെന്നാണ് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം വെളിപ്പെടുത്തിയത്. മകന്റെ പ്രവൃത്തി കാരണം ബന്ധുക്കൾക്കിടയിൽ അടക്കം തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് താനെന്ന് റഹീം ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തി. അഫാനോട് പൊരുത്തപ്പെടാൻ സാധിക്കില്ലെന്നും അബ്ദുൾ റഹീം പറഞ്ഞു. മകൻ അഫാൻ ഇതെല്ലാം ചെയ്തെന്ന് ഇനിയും വിശ്വസിച്ചിട്ടില്ല എന്ന് ഭാര്യ ഷെമിയും വ്യക്തമാക്കി. തന്റെ മകൻ അങ്ങനെ ചെയ്യില്ലെന്ന അമിത ആത്മവിശ്വാസത്തിലാണ് ഷെമി ഇപ്പോഴും.